ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ചെയ്യാം. സോ അതിൻ്റെ സ്ക്രിപ്റ്റ് എടുക്കട്ടെ ഞാൻ. ഓക്കെ, നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ നിങ്ങളുടെ തന്നെ ലോഗോ ഒരു എജു ആപ്പ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. സോ ഞാൻ നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ നിന്നുള്ള എടുക്കുകയാണ്. സോ ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുറ്റി പെൻസിലോട്ട് പോകുന്നു, ദെൻ പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് കൺവേർട്ടിൽ കോപ്പി ടു FML സീരീസ് എന്ന് കൊടുക്കുന്നു. ദെൻ കോപ്പി ചെയ്യുന്നു ടെക്സ്റ്റ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടുത്തെ ടെക്സ്റ്റ് എടുക്കാം നമുക്ക്. ഓക്കെ, Ctrl+T അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്റ്റാർട്ടിങ്ങിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ ഇവിടെ പ്ലേസ് ചെയ്യാം. സോ ഓക്കെ, പെർഫെക്റ്റ്. ഇത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ എന്നുള്ളത് ഒരു ടെക്സ്റ്റ്, ദെൻ തന്നെ എന്നുള്ളത് അതർ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ അതാവുമ്പോൾ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ തന്നെ എന്നുള്ള നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള വാട്സപ്പിൻ്റെ ടെക്സ്റ്റ് ഞാൻ റിമൂവ് ചെയ്യാണ്. ദെൻ ഞാനിപ്പോൾ ഇവിടെയുള്ള 2 ടെക്സ്റ്റുകളും കോപ്പി ചെയ്യാണ്, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. Ctrl+T അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. സോ ഇതിവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള ലെയർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മേലോട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാം, Ctrl+T അടിച്ചിട്ട് അതിൻ്റെ കോപ്പി എടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡിൽ നിന്നുള്ളത് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, സോ 3 ടെക്സ്റ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ അലൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ നമുക്ക് പൊസിഷൻ ഇവിടെ ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. സോ പൊസിഷനിൽ നമുക്ക് ആനിമേഷൻസ് റിമൂവ് ചെയ്യാം. സോ നമ്മൾ ആനിമേഷൻസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ആനിമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ ആ ആനിമേഷൻ റിമൂവ് ചെയ്യരുത്. നിങ്ങൾക്ക് എവിടെയാണോ ഈ സംഭവം അവിടെ പ്ലേസ് ചെയ്ത് നിൽക്കേണ്ടത് അവിടെ നിങ്ങളുടെ ടൈം കോഡ് വെക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ റിമൂവ് ആവും. ഓക്കെ, സോ പെർഫെക്റ്റ്. നമുക്ക് ബ്രാൻഡിൽ നിന്നുള്ള ആണ് മെയിൻ ഹൈലൈറ്റ് ആയി കിടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ നിന്നുള്ള ആ ടെക്സ്റ്റ് കൊണ്ടാണ് നമുക്ക് ഹൈലൈറ്റ് ആയി കിടക്കുന്നത്. ഓക്കെ, സോറി. പെർഫെക്റ്റ്. ബട്ട് നമുക്കെന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഒന്നും ചെറുതാക്കണം. നമ്മളിവിടെ ഒരു അതർ സൈസ് എടുത്ത ഒരു ഫോണ്ട് ഉണ്ടല്ലോ. സോ ഇനി അതെല്ലാം യെസ്, എല്ലാം കൊണ്ട് കൺഫ്യൂഷൻ ആണോ എന്ന് പറയുന്നത് ഈ എല്ലാം എന്നുള്ളതല്ല. സോ അതേതാ ഫോണ്ട് നോക്കാം. നമുക്ക് Ctrl+C അടിക്കുന്നു. ഓക്കെ, പെർഫെക്റ്റ്. സോ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ്. നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ നിന്നുള്ള ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ ഡൗൺ ചെയ്യണം. സോ ഇവിടെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക് പോർഷനും ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്, ഇവിടെ 109, നമുക്ക് 100 എന്നുള്ള 100 എന്നുള്ള കൊടുക്കാം. സോ ഇതും നമുക്ക് എന്ത് ചെയ്യാം, 100 എന്നുള്ള കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ തന്നെ ബ്രാൻഡ് എന്നുള്ളത് താഴോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്നുള്ള ഈ ടെക്സ്റ്റുകൾ കുറച്ചും കൂടി നമുക്ക് വിസിബിൾ ആയി വരും. നമുക്കിതിൽ ഗ്ലോ എഫക്ട്സ് റിമൂവ് ചെയ്താലോ കുറച്ചും കൂടി ബെറ്റർ ആവും നമുക്ക്. ഓക്കെ, ഞാൻ എല്ലാത്തിൽ നിന്നും ഗ്ലോ എഫക്ട്സ് റിമൂവ് ചെയ്യണം.
ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രാൻഡ് എന്നുള്ള ഇങ്ങനെ കൊടുക്കുന്നു. സോ ഈ രീതിയിൽ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ട് ടെക്സ്റ്റ് നമുക്ക് ഒരുപോലെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അത് ഒരു ലൈനിൽ ഒരു ടെക്സ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, തന്നെ എന്നുള്ളൊരു ടെക്സ്റ്റായിട്ട് കൊടുക്കുന്നു. സോ ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഈ തന്നെ എന്നുള്ളത് അതർ ഒരു സൈസാണ് കൊടുത്തിരുന്നത്. സോ ഈ രണ്ട് വേർഡും ഒരുമിച്ചല്ല വരിക. നിങ്ങളുടെ തന്നെ ബ്രാൻഡ് സോ രണ്ട് ടെക്സ്റ്റും ഒന്ന് തന്നെ കൊടുക്കാം. ഓക്കെ ഒന്ന് തന്നെ കൊടുക്കാം. ഈ നിങ്ങളുടെ തന്നെ എന്നുള്ളത് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം, ഡൗൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇത് താഴോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ, അതായത് ബ്രാൻഡിൽ നിന്നുള്ള ടെക്സ്റ്റിൻ്റെ എഫക്ട്സ് കൺട്രോൾസിൽ പോവാം. ദെൻ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബ്രാൻഡ് നിങ്ങൾ തന്നെ ഒരു ലോഗോയിൽ ഒരു എജു സോ നമുക്കിത് സെൻറ്റർ അലൈൻ ചെയ്യണം. സോ നമുക്ക് പൊസിഷനും കൊടുക്കാം. പൊസിഷൻ കൊടുത്തിട്ടില്ല അതിൽ. നമ്മളിപ്പോൾ യുവിൽ പോയി കഴിഞ്ഞാൽ ഒപ്പാസിറ്റി മാത്രമാണ്. സോ അതിൻ്റെ കൂടെ തന്നെ പൊസിഷനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാത്തിനും സെയിം ആനിമേഷൻ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ബ്രാൻഡ് നിങ്ങൾ ഓക്കെ, നിങ്ങൾ തന്നെ ബ്രാൻഡ് സോ കുറച്ച് ഫ്രണ്ടോട്ട് കയറ്റി വെക്കാം. നിങ്ങൾ തന്നെ ബ്രാൻഡ് നിങ്ങൾ തന്നെ ഒരു ലോഗോയിൽ ഒരു എജു നിങ്ങൾ തന്നെ ബ്രാൻഡ് നിങ്ങൾ തന്നെ ബ്രാൻഡ് നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ തന്നെ ലോഗോയിൽ നമുക്ക് ലോഗോയിൽ എന്നുള്ള മാത്രം മതി അവിടെ. ഓക്കെ, സോ ഇവിടെ ഒപ്പാസിറ്റി ഡൗൺ ചെയ്ത് പോകുന്നതോടുകൂടി തന്നെ ലോഗോയിൽ നിന്നുള്ളത് വരണം അവിടെ. ഓക്കെ, നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ തന്നെ ഒരു ലോഗോയിൽ തന്നെ ബ്രാൻഡ് നിങ്ങൾ തന്നെ ഒരു ലോഗോയിൽ ഒരു എജു ആപ്പ് നിങ്ങൾ തന്നെ ഒരു ലോഗോയിൽ ഒരു എജു ആപ്പ് ഒരു ലോഗോയിൽ ഒരു എജു ആപ്പ് ഓൺലൈൻ ക്ലാസുകൾ
ലോഗോയിൽ ഒരു എജു ആപ്പ് എന്ന് പറയുന്നതോടുകൂടി നമുക്ക് എജു ആപ്പ് എന്നുള്ള കോണ്ടന്റ് വരണം. സോ അത് മാത്രമല്ല, നമുക്ക് എജു ആപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് അത് ഒരു ഫുൾ ഫിറ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിമിലോട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ നമ്പർ എഴുതി കാണിക്കുന്ന രീതിയിലാക്കാം. ഓക്കെ, സോ ഓൺലൈൻ ക്ലാസ് അങ്ങനത്തെ ഓരോ സെക്ഷൻസ് ഉണ്ട്. സോ അതങ്ങനെ എഴുതി കാണിക്കുന്ന രീതിയിലാക്കാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എജു ആപ്പ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഒരു എന്നുള്ള കൊടുക്കണം, നമുക്ക് എജു ആപ്പ് എന്ന് കൊടുക്കാം, അത് മാത്രം മതി. സോ ഒരു എഡ്യൂക്കേഷൻ ആപ്പ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. നമുക്ക് ഓക്കെ, ഇവിടുത്തെ ടെക്സ്റ്റ് തന്നെ എടുക്കാം. നമുക്ക് ഓക്കെ, ഈ ലോഗോയിൽ നിന്നുള്ള ഈ ടെക്സ്റ്റ് എടുക്കാം, ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ഇവിടെ പ്ലേസ് ചെയ്യാം. ദെൻ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഗിൽറോയിൻ ചൂസ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. എഡ്യൂക്കേഷൻ ആപ്പ് എന്നുള്ള ഒരു എജു ആപ്പ് ഓൺലൈൻ ക്ലാസ്സുകൾ ക്യാപിറ്റൽ കൊടുക്കാം. സെൻറ്റർ അലൈൻഡ് അല്ല, യു ക്ലിക്ക് ചെയ്യാം. ദെൻ പൊസിഷൻ്റെ ഒരു കീ ഫ്രെയിമിലോട്ട് പോവാം. ദെൻ എന്ത് ചെയ്യുക, പൊസിഷൻ നമ്മൾ ജസ്റ്റ് പൊസിഷൻ എന്നുള്ള ഈ ഹെഡിങ് ടൈറ്റിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലുള്ള എല്ലാ കീ ഫ്രെയിംസും സെലക്ട് ആവും. അപ്പോൾ രണ്ടെണ്ണം അതിലുള്ള. സോ എന്ത് ചെയ്യാം, നമുക്കൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം, കുറച്ച് ഇങ്ങോട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. ഒരു എജു ആപ്പ് ഓൺലൈൻ ഒരു എജു ആപ്പ് ഓക്കെ, ഒരു എജു ആപ്പ്. സോ പിന്നെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് എന്താണ് പറയുന്നത്, സോ ഓൺലൈൻ ക്ലാസ്സുകൾ ഫയൽ ഷെയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി, ഇത് മൂന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഈ ലെയർ എടുക്കാം, Ctrl+T അടിക്കാം. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ദെൻ നമുക്ക് താഴത്തോട്ട് പ്ലേസ് ചെയ്യാം, അതായത് ഈ എഡ്യൂക്കേഷൻ ആപ്പ് എന്നുള്ള ഈ ടെക്സ്റ്റിൻ്റെ താഴെ പ്ലേസ് ചെയ്യാം. സോ ഇതിൻ്റെ ഒപ്പാസിറ്റി റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഓക്കെ, ഇവിടെ ടെക്സ്റ്റിലുള്ള നമ്മുടെ എഫക്ട്സ് ഓക്കെ. സോ ഇവിടെ നിന്നാണ് ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് തുടങ്ങുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് ഓൺലൈൻ ക്ലാസ് എന്നുള്ള ടെക്സ്റ്റ് തുടങ്ങുന്നത്. സോ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ആ ഫ്രെയിം, അതായത് ആ ഷേപ്പ് ലെയർ അങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. സോ യു ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള കീ ഫ്രെയിം ഞാൻ ഡിലീറ്റ് ചെയ്യണം, ഒപ്പാസിറ്റിയുടെ കീ ഫ്രെയിം കേട്ടോ. ഓക്കെ, ദെൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, ഫ്രെയിമിലോട്ട് വരുന്നു. സോ ഈ എഡ്യൂക്കേഷണൽ ആപ്പ് എന്നുള്ളത് നമുക്ക് മേലോട്ട് പോകണം, ഈ സമയത്ത് മേലോട്ട് പോകണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പൊസിഷനിൽ കീ ഫ്രെയിം ഇടുന്നു. സോ ഇത് റീപൊസിഷൻ ചെയ്ത് കൊടുക്കണം. ദെൻ ഇതിലുള്ള എഫക്ട്സ് ആൻഡ് കൺട്രോൾസിൽ നമ്മുടെ ഒപ്പാസിറ്റിയുടെ ഡിസ്റ്റൻസ് ഒന്ന് മാറ്റി കൊടുക്കുക, എല്ലാതും ഒന്ന് ചേഞ്ചസ് ചെയ്ത് കൊടുക്കണം. സോ അത് മാത്രമല്ല, നമുക്ക് ഇതിൽ കളറും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരേണ്ടത്. സോ നമുക്ക് ഇവിടെ, അതായത് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട്സ് ആൻഡ് കൺട്രോൾസിൽ പോയിട്ട് ഗ്രേഡിയൻ സ്റ്റാർട്ട് കളറിൽ ഒരു കീ ഫ്രെയിം ഇടാം, എൻ കളറിൽ ഒരു കീ ഫ്രെയിം ഇടാം. ഓക്കെ, ദെൻ നമുക്ക് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് വേറൊരു പ്രോബ്ലം കൂടി ഉണ്ട്. നമ്മൾ ഇതിൻ്റെ എൻഡ് ഓഫ് റാമ്പ് എന്നുള്ളത്, അതായത് ഈ പോയിന്റ് മൂവ് ചെയ്യുന്നത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അതിലും കീ ഫ്രെയിം ഇട്ട് കൊടുക്കണം. സോ ദെൻ എന്ത് ചെയ്യാം, നമുക്ക് പൊസിഷൻ അങ്ങോട്ട് എത്തുന്ന സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് ബ്ലാക്ക്. സോ ഇതാണല്ലോ കളർ. ഡാർക്ക് ഗ്രേ ഒന്നും കൂടി ലൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ പോയിന്റ് നമുക്ക് ഇങ്ങോട്ട് റീപൊസിഷൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ആയിരിക്കും പോയിന്റ് ഉണ്ടാവും, നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടാവുക, അവിടെ ആയിരിക്കും ഇതിൻ്റെ ഈ ഗ്രേഡിയൻറ്റിൻ്റെ. സോ നമ്മൾ അതെന്ത് ചെയ്യണം, ഇങ്ങോട്ട് റീപൊസിഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ കളറ് ഒന്നും കൂടി ഡാർക്കിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, പെർഫെക്റ്റ്. സോ ഇനി യു എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീ ഫ്രെയിം മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റും.
ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, F9 ക്ലിക്ക് ചെയ്യുന്നു, ഗ്രാഫ് എഡിറ്റിലോട്ട് പോകുന്നു. സോ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് വരുന്നത് സ്ലോ ആക്കാം, ഇവിടെ എത്തുന്നത് ലാൻഡ് ചെയ്യുന്നത് സ്ലോ ആക്കാം. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. ആപ്പ് ഓൺലൈൻ ക്ലാസ്സുകൾ ആപ്പ് ഓൺലൈൻ ഓക്കെ, ഇതിൻ്റെ എഫക്ട്സ് കൺട്രോൾസ് പോയിട്ട് ഡ്രോപ്പ് ഷാഡോ ഒന്ന് ഡിസ്റ്റൻസ് ഒന്ന് ഡൗൺ ചെയ്യും, ഇത്രയൊന്നും വേണ്ട ആക്ച്വലി. ഓക്കെ ഓക്കെ, ഈ രീതിയിൽ പ്ലേസ് ചെയ്യാം. സോ ഇനി നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ പോയിൻറ്റ്സ് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ഓൺലൈൻ ക്ലാസ്സുകൾ വരുന്നത്, ഫയൽ ഷെയറിങ് വരുന്നുണ്ട്, ഫീസ് കളക്ഷൻ വരുന്നുണ്ട്, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ. ഓക്കെ, സോ നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് എടുക്കാം, ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ബ്ലാക്ക് കൊടുക്കാം. അടുത്തത് Ctrl+D അടിച്ചിട്ട് ഈ ടെക്സ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഫയൽ ഷെയറിങ്, ദെൻ വരുന്നത് ഫീസ് കളക്ഷൻ, Ctrl+T അടിച്ചിട്ട് ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ 3 സൈസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് റെഗുലർ കൊടുക്കാം. സോ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു സൈഡിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടി ഡൗൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇത് 3ൻ്റെയും സ്പേസിങ് ഒരേപോലെ ആവണം. സോ നമുക്ക് ഓക്കെ, സോ ഇനി നമുക്കിത് ഇതിനൊന്ന് ആനിമേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനത് കുറച്ച് ആക്ച്വലി ഒരു സെമി ബോൾഡ് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു ഡിഫറെൻറ്റ് ഒരു ആനിമേഷൻ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഗിൽറോയിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഗിൽറോയിൻ എടുക്കാം, ഒരു ഹെവി തന്നെ എടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ സൈസ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ആയിരിക്കണം നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ നമുക്കിതിൻ്റെ കോപ്പിയും കൂടി എടുക്കാം. ഞാൻ താഴോട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. സോ ഒന്ന് മേലോട്ട് പ്ലേസ് ചെയ്തിട്ട് റൈറ്റ് പോർഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏറ്റവും ടോപ്പിലുള്ള ടെക്സ്റ്റ് വേണ്ട നമുക്ക്. ബാക്കി 4 അത് 1 2 3 4 5 6 7 എന്നുണ്ട്. സോ അത് മാത്രം മതി. ഓക്കെ,
ഓക്കെ ഫൈൻ. ഓക്കെ, ഇതിനെന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു ഒരു ഷേപ്പ് ഇടാം. ഓക്കെ, ഷേപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ദെൻ ഇതിൽ സ്ട്രോക്ക് റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ ഗ്രേഡിയൻ കളർ കൊടുക്കുകയാണ്. സോ ഇതിൽ 2 കളേഴ്സ് കൊടുക്കണം നമുക്ക്. 2 കളേഴ്സിൽ 3 കളേഴ്സ് കൊടുക്കണം. സോ 3 ഏത് കളറായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാനിവിടെ ഒരു കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സോ 3 നമുക്ക് വൈറ്റ് കളർ തന്നെ കൊടുക്കാം. ഓക്കെ, വൈറ്റ് കളറിൻ്റെ നിങ്ങൾക്കറിയാലോ, FFF ആണ് വൈറ്റ് കളറിൻ്റെ കോഡ് വരുന്നത്. സോ ഞാൻ 2 എൻഡിൽ കിടക്കുന്ന വൈറ്റിൻ്റെ ഒപ്പാസിറ്റി 0 കൊടുക്കുകയാണ്. ഇത് മാത്രം ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റി മാത്രം ഞാൻ 100 കൊടുക്കണം. ഓക്കെ, ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ നൾ ഒബ്ജക്റ്റിന് ഞാനൊരു യെല്ലോ കളർ കൊടുക്കുകയാണ്. സോ ബാക്കി വരുന്ന ടെക്സ്റ്റിൻ്റെ കൺട്രോളിങ് ഞാൻ ഈ നൾ ഒബ്ജക്റ്റിലോട്ട് കൊടുക്കുകയാണ്. സോ അതിന് മാത്രമല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും ടെക്സ്റ്റിൻ്റെ ട്രാക്ക് മാറ്റ് എടുത്തിട്ട് ഞാൻ ഈ ഷേപ്പ് ലെയറിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കണം. സോ ഇപ്പോൾ നമുക്ക് കണ്ടോ, ഇവിടെ സെൻറ്ററിലുള്ള പോയിൻ്റാണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ്, പിന്നെ ഫയൽ ഷെയറിങ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി എന്നാണല്ലോ വരുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്ന് പറയുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ നള്ളിൽ പൊസിഷൻ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇത് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെൻട്രലാവും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ മറ്റേത് കുറച്ച് ചെറിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്താൽ മതിയെങ്കിലും നമുക്ക് ഈ പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കാണുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, സോ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് കൂടുതൽ വിസിബിളായിട്ട് കാണുന്നത്. ഓക്കെ, പെർഫെക്റ്റ്. ഇനി എന്ത് ചെയ്യുന്നു, താഴോട്ട് കുറച്ചും കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. Ctrl+T അടിക്കുക, കാരണം പൊസിഷൻ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് വരുന്നുണ്ട്. സോ ഇവിടെ നിന്നാണ് ഓൺലൈൻ ക്ലാസ് നോക്കാം. ഇവിടെ നിന്നാണ് ഓൺലൈൻ ക്ലാസ് വരുന്നത്. ഇവിടുന്ന് ഫയൽ ഷെയറിങ് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നള്ളിൽ ഒരു പൊസിഷൻ ഇടുന്നു. ഓക്കെ, ഓൺലൈൻ ക്ലാസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് കപ്പാസിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ടി ആഡ് ചെയ്യുന്നു. സോ ഓക്കെ, ഓൺലൈൻ ക്ലാസ്സുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ്, ഓൺലൈൻ ക്ലാസ് ദെൻ ഇവിടുന്ന് ഫയൽ ഷെയറിങ് വരുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടുന്ന് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പൊസിഷനിലേക്ക് ഇടുന്നു. ദെൻ നെക്സ്റ്റ് ഫയൽ ഷെയറിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫീസ് കളക്ഷൻ. ആപ്പ് ലോക്ക്. ഓക്കെ, പെർഫെക്റ്റ്. ദെൻ നമുക്ക് Ctrl+T അടിച്ചിട്ട് ഇത് റീഅറേഞ്ച് ചെയ്ത് സോ ഇത് റീഅറേഞ്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. സോ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ ഓക്കെ, ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് ഇതിൽ F9 ക്ലിക്ക് ചെയ്യാം. ദെൻ സിക്കി ചെയ്യാം. സിക്കി ചെയ്യേണ്ടത് നമുക്ക് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. സെൻറ്ററിലാണ് നമുക്ക് സ്പീഡ് വേണ്ടത്. 2 എഡ്ജസും ഭയങ്കര സ്ലോ ആയിട്ട് വരണം. ഓക്കെ, രണ്ട് കീ ഫ്രെയിമിൻ്റെ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, സ്ലോ ആയിട്ട് വരണം. സെൻറ്ററിൽ നമുക്ക് ഫാസ്റ്റായിട്ട് പോയിട്ട്. ഓക്കെ, ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാനൊന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ്,
ഓക്കെ. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ഓക്കെ, ഏകദേശം ഓക്കെയാണ് നമുക്ക്. സോ ഇതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന ഈ ടെക്സ്റ്റ് ആ സമയത്ത് ഒരു സ്കെയിലിംഗ് കൊടുത്താൽ ബെറ്റർ ആവില്ലേ? ഓക്കെ, അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യണോ നമുക്ക്? കളറ് നമുക്ക് ഏത് കളർ കൊടുക്കും? നമുക്ക് വേണ്ട, കളർ ചേഞ്ച് ചെയ്യണ്ട, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് ഒന്ന് സ്കെയിലിൽ ഒരു കീ ഫ്രെയിം കൊടുക്കാം. സോ ഒരു കീ ഫ്രെയിം നോക്കണം, ചെക്ക് ചെയ്യണം നമ്മൾ. സോ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 110 കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്ത് ഇവിടുത്തെ കീ ഫ്രെയിം CMV കൊടുക്കാം. F9 ക്ലിക്ക് ചെയ്യാം. സോ ഗ്രാഫ് ഡേറ്റിൽ പോവാം. സോറി, തിരിച്ച് ഓക്കെ. ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ 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 ഓക്കെ. ദെൻ ഫയൽ ഷെയറിങ് നമുക്ക് എവിടെയാണ് ഫയൽ ഷെയറിങ്ങിൻ്റെ വരുന്നത്? ഓക്കെ. ഓക്കെ, ആപ്പ്. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ആപ്പ്. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ഒരു എജു ആപ്പ്. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് എൻഡ് ചെയ്യണം. സോ അത് മാത്രമല്ല, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. ഓക്കെ. ദെൻ ഇവിടെ നിന്ന് നമുക്ക് എൻഡ് ചെയ്യണം. കപ്പാസിറ്റി കൊടുത്തിട്ട് എൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ടീന്ന് ക്ലിക്ക് ചെയ്യാം. സോ കീ ഫ്രെയിം ഇടാം. സോറി, ഓക്കെ.
സെക്യൂരിറ്റി നിങ്ങളുടെ സ്വന്തം ടീച്ചിങ് ആപ്പ് സെക്യൂരിറ്റി നിങ്ങളുടെ സ്വന്തം ഇവിടെ നിന്നാണ് ക്ലിപ്പ് മാറുന്നത്. സോ അപ്പോൾ കുറച്ചും കൂടി അപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതായത് ആ ക്ലിപ്പ് മാറുന്നത് അത്ര ഫീൽ വരണ്ട. ഓക്കെ, നിങ്ങളുടെ സ്വന്തം സെക്യൂരിറ്റി നിങ്ങളുടെ സ്വന്തം. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കീ ഫ്രെയിം ഒന്ന് കണ്ടോ നേരെ ഓപ്പോസിഷൻ ചെയ്ത് കൊടുക്കാം. ആപ്പ് ലോക്ക് സെക്യൂരിറ്റി നിങ്ങളുടെ സ്വന്തം ടീച്ചിങ് ആപ്പ് ഇന്ന് തന്നെ ക്രിയേറ്റ്. ആപ്പ് ലോക്ക് സെക്യൂരിറ്റി നിങ്ങളുടെ സ്വന്തം ടീച്ചിങ് ആപ്പ്. ആപ്പ് ലോക്ക് സെക്യൂരിറ്റി നിങ്ങളുടെ സ്വന്തം ടീച്ചിങ് ആപ്പ്. പ്രിവ്യൂ പാനലിൽ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ക്വാളിറ്റി ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. റെസൊല്യൂഷൻ ഞാൻ ക്വാർട്ടറിലിട്ടിട്ട് പ്രിവ്യൂ പാനൽ ക്ലോസ് ചെയ്യണം. സോ ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേ ചെയ്ത് നോക്കാം. ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സ്ആപ്പ്. സോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സ്ആപ്പ്, പരീക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ ഫോം. എല്ലാം കൊണ്ടും കൺഫ്യൂഷൻ ആണോ? ഇനി എല്ലാം ഒരൊറ്റ ആപ്പിൽ, നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ, നിങ്ങളുടെ തന്നെ ഒരു ലോഗോയിൽ, ഒരു എജു ആപ്പ്. സോ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേ. ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സ്ആപ്പ്, പരീക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ ഫോം. എല്ലാം കൊണ്ടും കൺഫ്യൂഷൻ ആണോ? ഇനി എല്ലാം ഒരൊറ്റ ആപ്പിൽ, നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ, നിങ്ങളുടെ തന്നെ ഒരു ലോഗോയിൽ, ഒരു എജു ആപ്പ്. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. നിങ്ങളുടെ സ്വന്തം ടീച്ചിങ് ആപ്പ് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യൂ. ഫോർ മോർ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യൂ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സ്ആപ്പ്, പരീക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ ഫോം. എല്ലാം കൊണ്ടും കൺഫ്യൂഷൻ ആണോ? ഇനി എല്ലാം ഒരൊറ്റ ആപ്പിൽ, നിങ്ങളുടെ തന്നെ ബ്രാൻഡിൽ, നിങ്ങളുടെ തന്നെ ഒരു ലോഗോയിൽ, ഒരു എജു ആപ്പ്. ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ, ആപ്പ് ലോക്ക് സെക്യൂരിറ്റി. നിങ്ങളുടെ സ്വന്തം ടീച്ചിങ്. നിങ്ങളുടെ സ്വന്തം ടീച്ചിങ് ആപ്പ് ഇന്ന് തന്നെ. സോ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരു ചെറിയ നോയ്സ് എഫക്ട്സും കൂടി കൊടുക്കാം. നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഇടാം. ഇവിടെ പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഇടുന്നു. സോ ഇതിലോട്ട് നോയ്സ് ഇടാം. സോ നോയ്സ് ഇടുന്ന എഫക്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വാല്യൂ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഇത് നോർമലിൽ മൾട്ടിപ്ലൈ കൊടുക്കുക. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുത്ത് നമുക്ക് ഇതിന് ഒപ്പാസിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെക്യൂരിറ്റി. നിങ്ങളുടെ സ്വന്തം ഓൺലൈൻ ക്ലാസുകൾ, ഫയൽ ഷെയറിംഗ്, ഫീസ് കളക്ഷൻ. സോ ഇതിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം.
സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഇതിൻ്റെ ബ്ലറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വിളിക്കുക. ഓക്കെ, ആപ്പ് ഓൺലൈൻ ക്ലാസുകൾ ഫയൽ ഷെയറിംഗ് ആപ്പ് ഓൺലൈൻ ക്ലാസുകൾ ഫയൽ ഷെയറിംഗ് നല്ല ഓപ്ഷനിൽ ചെറിയൊരു റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ടെന്ന്. ഓൺലൈൻ ക്ലാസുകൾ ഫയൽ ഷെയറിംഗ് ഫീസ് ഓൺലൈൻ ക്ലാസുകൾ ഫയൽ ഷെയറിംഗ് ഫീസ് സെക്ഷൻ ആപ്പ് ലോഗോ നിങ്ങളുടെ സ്വന്തം ടീച്ചിങ് ആപ്പ് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യൂ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ.